നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നാണ് നമ്മൾ ആ നെഞ്ചടിപ്പോടെ കാത്തിരുന്ന ആ ഒരു മത്സരം. ഇന്നാണ് സിംബാബ്വെ ഇന്ത്യ. വൈകിട്ട് 7 മണിക്ക് ചെന്നൈയിൽ വെച്ചാണ് മാച്ച്. ആര് ജയിക്കും ആര് തോക്കും എന്നൊന്നും അറിയില്ല. അതിനെക്കാട്ടി നിർണായകം 3 മണിക്ക് നടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മത്സരം. അതാണ് ഏറ്റവും കൂടുതൽ നിർണായകം. അതില് സൗത്ത് ആഫ്രിക്ക ജയിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സമാധാനത്തോടു കൂടി ബാറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ 2 മത്സരങ്ങളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, അതായത് ഗ്രൂപ്പ് എയിൽ സെമി ഫൈനലിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ളൊരു തീരുമാനം ഏതാണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഇന്നിപ്പോ സൗത്ത് ആഫ്രിക്ക തോൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ്. എല്ലാ 2 കളിയും 100ന്റെ മാർജിനിൽ ജയിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് പോസിബിലിറ്റി ഉള്ളതല്ല. ജയിച്ചാൽ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ ഒരു പ്രശ്നമില്ല. നമ്മൾ സുഖമായിട്ട് എന്ത് ചെയ്യുക, 2 കളിയും ജയിക്കുക എന്നുള്ളത്. സിംബാബ്വേയുടെ കളി ഇന്ന് ജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എത്ര മാർജിൻ ജയിക്കും എന്നുള്ളതാണ്. ക്രിക്കറ്റാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇപ്പോ പ്രശ്നം അതല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിങ്കു സിംഗ് തിരിച്ചു വന്നിട്ടുണ്ട്. അച്ഛന് എന്തോ ക്യാൻസറിന്റെ 4ാം ഘട്ടം അങ്ങനെ എന്തോ ആയിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ പോയിട്ട് പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ റിങ്കു സിംഗ് വീണ്ടും ഇറങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ റിങ്കു സിംഗ് ഇറങ്ങുമ്പോൾ സഞ്ജു സാംസനെ വീണ്ടും ബെഞ്ചിൽ ഇരുത്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് ആകാശ് ചോപ്ര ഇപ്പൊ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ പുള്ളിയുടെ പ്ലേയിങ് 11 ഞാൻ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, അതിനകത്ത് പുള്ളി പറയുന്നത് സെയിം പ്ലേയിങ് 11 തന്നെയാണ്. അതിനകത്ത് ഒരേ ഒരു ചേഞ്ചേ ഉള്ളൂ. എന്താണ്, ഈ പറയുന്ന അക്ഷർ പട്ടേലിനെ മാറ്റിക്കൊണ്ട് അവിടെ ആര് വരുന്നുണ്ട്, ഈ പറയുന്ന വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റിക്കൊണ്ട് അക്ഷർ പട്ടേൽ വരുന്നു. അതുമല്ല ഫസ്റ്റ് ഡൗണ് ആര് സൂര്യകുമാർ യാദവ് ഇറങ്ങുന്നു എന്നുള്ളതാണ്. എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോഴും 2 ലെഫ്റ്റ് ഹാൻഡറെ തന്നെയാണ് ഓപ്പണിംഗിൽ ഈ പറയുന്ന ആര് വെച്ചിരിക്കുന്നത്, നമ്മുടെ ആകാശ് ചോപ്ര വെച്ചിരിക്കുന്നത്. ഇത്രയും കളി കൊണ്ട് ഇത്ര 5 കളി കൊണ്ട് ദയനീയമായിട്ട് ഓപ്പണിംഗ് പൊട്ടുകയാണ്. ഈ 5 കളി വിട്, ഇതിന് മുമ്പുള്ള കളിയോ ഇഷാനും ഈ പറയുന്ന ഈ അഭിഷേക് ശർമ്മയായിട്ട് ഓപ്പണിംഗ് ഇറങ്ങിയപ്പോൾ ഏത് കളിയാണ് ഇവരിൽ പിന്നെ ഓപ്പണിംഗ് നിന്ന് കളിച്ചത് രണ്ടുപേരുമായിട്ട് എനിക്കറിഞ്ഞൂടാ. ഏത് കളിയാണ്? അതിന് മുമ്പേ ആയിരുന്നപ്പോൾ ഇന്ത്യ ജയിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന അഭിഷേക് ശർമ്മയും നമ്മുടെ ശുഭ്മൻ ഗില്ലുമായിട്ട് നിന്നപ്പോൾ അതും ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു അല്ലെ. അതിനുശേഷം സഞ്ജുവുമായിട്ട് ആ സമയത്തൊക്കെയാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനുശേഷം സഞ്ജു ഫോം ഔട്ട് ആയതിനു ശേഷം ഇഷാൻ കിഷൻ ടീമിലേക്ക് വരുന്നു. അതിനുശേഷമാണ് ഇഷാൻ കിഷനും ഈ അഭിഷേക് ശർമ്മയായിട്ട് ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഓപ്പണിംഗ് ഇറങ്ങി തുടങ്ങിയത്. അതിന് ഇവർ രണ്ടിനും കൂടി ഏത് കളിയാ പിന്നീട് രണ്ടിനും കൂടി നിന്ന് കളിച്ചത്? എല്ലാ കളിയിലും ഏതെങ്കിലും ഒരുത്തിന് ഔട്ട് ആവുന്നുണ്ടോ? നീ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് നമ്മുടെ ഇഷാൻ കിഷൻ. അങ്ങനെയല്ല, ഏത് കളിയുണ്ട്? എനിക്ക് ഓർമ്മ വരുന്നില്ല ഏത് കളിയാണ് രണ്ടുപേരും കളിച്ചത്. ഐ ഡോണ്ട് നോ, രണ്ടുപേരും കളിച്ചതായിട്ട്. അപ്പം എന്ന് തൊട്ട് ഇഷാൻ കിഷനെയും ഈ പറയുന്ന അഭിഷേക് ശർമ്മേനെയും ഓപ്പണിംഗിൽ ഇട്ടിട്ടുണ്ട്, അന്ന് തൊട്ട് ഫ്ലോപ്പാണ്. ഈ 5 കളി, ഈ പറയുന്ന 5 കളി നിരന്തരം ഫ്ലോപ്പാണ്. അഭിഷേക് ശർമ്മ നിരന്തരം ഫ്ലോപ്പാണ്. ഒരു കളി മാത്രമാണ് ഈ നമ്മുടെ ഇഷാൻ കിഷൻ ഫ്ലോപ്പ് ആയത്. എങ്കിലും ആസ് എ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്നുള്ള നിലയിൽ ഇവർ ഫ്ലോപ്പാണ്. ആ ഒരു ജോഡിയെ ഫ്ലോപ്പാണ്. എന്നിട്ടും ഈ പറയുന്ന ആകാശ് ചോപ്ര പറയുന്നു ആ ടീമിനെ തന്നെ വീണ്ടും ഇറക്കണം എന്നുള്ളതാണ്. നിർണായക കളിയാണ്. എന്നിട്ട് പോലും അവിടെ ഇത്രയും ലെഫ്റ്റ് ഹാൻഡർ ഉണ്ട്, അവന്മാര് പാർട്ട് ടൈം ഓഫ് സ്പിന്നറെ കൊണ്ടുവന്ന് നമ്മളെ പിടിച്ചു കിട്ടുന്നു. എന്നിട്ട് പോലും അവിടെ സഞ്ജുവിനെ പ്ലേസ് ചെയ്യുന്ന അയാൾക്ക് മടിയാ, പുള്ളിക്ക് മടിയാ. പുള്ളി ഇപ്പോഴും വലിയ അവിടെ കൂടിയൊക്കെ ചാടി ഇപ്പുറത്ത് കൂടെയൊക്കെ ചാടി ഒരു ഊഞ്ഞാല ടീമും തന്നിട്ടുണ്ട്. ഇതത്തെ ടീമാണ്. ഇത്രയും കളി തോറ്റിട്ടും ഈ വേൾഡ് കപ്പിന്റെ നിർണായക സമയത്ത് ഒരു മാറ്റം വരുത്താനും കൂടി വയ്യ. എന്ന് വെച്ചാൽ മാറ്റം വരുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവർ സഞ്ജു സാംസനെ കൊണ്ടുവരണം. അതിന് വയ്യ, അതിന് മടി. സഞ്ജു സാംസൺ ശരിയാവില്ല. അവനൊക്കെ ഈ പറയുന്ന കേരളത്തിൽ കിടക്കില്ല, അല്ല മുംബൈ മാഫിയൊന്നും അല്ലല്ലോ, അങ്ങനെയൊന്നല്ലല്ലോ, മുംബൈയിലുള്ളവന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ വേണ്ട, അവൻ അവിടെ കേട്ട് അവൻ അടിച്ചാൽ എന്ത് അടിച്ചാൽ അവൻ അല്ലെങ്കിൽ ഫോമൗട്ടായി കിടക്കയില്ലേ എന്നുള്ളതാണ് ഇവന്റെ ഒരു ക്വസ്റ്റ്യൻ. അവൻ്റെയൊക്കെ മനസ്സിരിക്കുന്നതാണ്. മനസ്സിലായത്? ഞാൻ പറയുന്നത് സഞ്ജു സാംസനെ കൊണ്ടുവരണം. ഇപ്പം റിങ്കു സിംഗ് ഇന്നലെ ഇന്നും പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. അവരെ വീണ്ടും എന്തിനാണ് ഇറക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇറക്കില്ലെങ്കിൽ എന്ത് ചെയ്യാം, സഞ്ജു സാംസനെ എടുത്തിടാം. പക്ഷെ സഞ്ജു സാംസനെ എടുത്തിടുമ്പോൾ ലാസ്റ്റോ അല്ല, ഓപ്പണിംഗ് തന്നെ സഞ്ജു സാംസനെ ഓപ്പണിംഗ് തന്നെ ഇറക്കണം. ഇവിടെ വരുന്ന ഈ പറയുന്ന ഓപ്പോസിറ്റ് വരുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ വരികയും എന്ത് ചെയ്യും, അവരെ ഒരു 4-5 ഓവറിലത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് 2 ഓവറിനകത്ത് വെച്ച് ഒരാളെ തള്ളിയിടുകയും ചെയ്യുകയാണ്. നമ്മുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എപ്പോഴും തകരുകയാണ്. അതിൽ ഓർത്ത് നിന്ന് അടിച്ചു, ഇഷാൻ കിഷൻ നിന്ന് അടിച്ചത് കൊണ്ട് നമുക്ക് ഇതുവരെ എത്തി. എന്നിട്ട് പോലും നിർണായക കളിയിൽ പോലും ആ ഒരു ഓപ്പണിംഗ് കോമ്പിനേഷൻ മാറ്റില്ല എന്നാണ്
ആകാശ് ചോപ്ര പറയുന്നത് വെള്ളനാണ് വെള്ളൻ എന്റെ ടീം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് ഈ പറയുന്നത് എന്താണ്, സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു ഓപ്പണിംഗ് അവനോട് ഡക്ക എന്തോ ആയിക്കോട്ടെ, അതിലൊരു കാര്യമില്ല. ഇപ്പൊ അഭിഷേക് ശർമ്മ 5 കളി ഡക്കായിപ്പോയി വല്ല സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കളി തോറ്റു എന്നുള്ളതൊന്നും സംഭവിച്ചില്ലല്ലോ. അതുപോലെ ഒന്ന് കളിക്കട്ടെ. എന്റെ കോമ്പിനേഷൻ എപ്പോൾ പറയും ആര് ഇപ്പം ഈ പറയുന്ന ആരാണ് നമ്മുടെ ഇഷാൻ കിഷൻ മാറിയാലും ശരി, അഭിഷേക് ശർമ്മ മാറിയാലും ശരി, ഒരാള് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഓപ്പണിംഗിൽ ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തകരും. അപ്പം ഈ പറയുന്ന ഓപ്പണന്റിന്, എതിർ ടീമിന് ഒരു അടി കൊടുക്കണ്ടേ? എതിർ ടീം ഇതാ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്. അത് പാർട്ട് ടൈമറെ കൊണ്ടായി ഇറങ്ങി നിങ്ങൾ തള്ളിയിടുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല 5 കളി കൊണ്ട് പാർട്ട് ടൈം നിങ്ങളുടെ വിക്കറ്റ് എടുക്കുകയാണ്. അതും വെറും ഹോസ്പിനും ഉണ്ട്. അപ്പൊ അവിടെ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ വരുമ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നീട് എന്താണ് ഈ പറഞ്ഞ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടേ. അതേ ടീം തന്നെ ഇറക്കുക എന്ന് വെച്ചാൽ ഒത്തരം വേണ്ടിയിട്ട് പറ്റുവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. കളികൾ ഇപ്പൊ ഈ സഞ്ജു സാംസൺ നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? സഞ്ജു സാംസനെ ആസ് എ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ എന്തിനാ ഇട്ടിക്കുന്നത്? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് ഇനി ആരെങ്കിലും ചത്താൽ മാത്രമേ ഇറക്കുള്ളൂ എന്നുള്ളതാണോ? അതായത് ഈ പറയുന്ന എല്ലാവരും ടക്ക് ഫുൾ ടക്കായാലും അവനെ ഇറക്കാം. പിന്നെ എന്തിനാ ടീമിൽ എടുത്തത്? അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പരിക്ക് പറ്റുകയോ കൈയൊടിയുകയോ കാലൊടിയുകയോ വയറിളക്കം പിടിക്കുകയോ ഒട്ടും അനങ്ങാൻ വയ്യാതിരിക്കുമ്പോൾ ഒന്നുമല്ല ഒരു വേഷനം പോലെ അവനെ എടുത്തിടുക, അവനെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണോ നിങ്ങളുടെ തീരുമാനം? അല്ലേ, എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത്. ആകാശ് ചോപ്രയുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സഞ്ജു സാംസൺ ഒരിക്കലും അഭിഷേക് ശർമ്മയെ കാട്ടി വലുതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനൊന്നും പറ്റത്തില്ല. അഭിഷേക് ശർമ്മ അടിച്ചടിയിട്ട് വേറൊരു അടിയാണ്. ഇപ്പൊ T20 നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്, ഒരിക്കലും മാറ്റല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ചേഞ്ച് കൊണ്ടുവരണം. അവന്റെ ഒരു കോൺഫിഡൻസ് തിരിച്ചു വരണം, ചേഞ്ച് കൊണ്ടുവരണം. എന്റെ പ്ലേയിങ് ലെവലിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന സഞ്ജു സാംസണും ആരാണ് ഇഷാൻ കിഷനും ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ്. ആരും അത് പറയുന്നില്ല. സഞ്ജു സാംസണും ഇഷാൻ കിഷനും ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് അഭിഷേക് ശർമ്മയെ കൊണ്ടുവരിക. എന്താ വല്ല സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് സൂര്യയോ പിന്നീട് അത് കഴിഞ്ഞ് ഈ പറയുന്ന റിങ്കുവോ ആരെ വരട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന ആരെയൊക്കെ മാറ്റിയിട്ട് റിങ്കു കളിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. റിങ്കു എന്തായാലും ഈ കളി കളിക്കത്തില്ല. അതുപോലെ വാഷിംഗ്ടൺ സുന്ദറിനെ എന്ത് ചെയ്യും? റിങ്കുവിന് പകരം ഇപ്പോൾ സഞ്ജു സാംസൺ വന്നു വെച്ചു. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്ഷർ പട്ടേൽ വരും. ഇനിയിപ്പോൾ തിലക് വർമ്മ വീണ്ടും കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തിലക് വർമ്മ കളിക്കും, മനസ്സിലായോ? ഇനി തിലക് വർമ്മയെ മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വാഷിംഗ്ടൺ സുന്ദറിനെ വരും. വീണ്ടും ഒരു ബാറ്റ്സ്മാനും കൂടും ഒരു സ്പിന്നറും കൂടും എന്നുള്ളതാണ്. വേസ്റ്റ് ആണ്. പിന്നെ എടുത്തിടാം. കുൽദീപ് യാദവിനെ കൊണ്ടുവരുമെന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ തിലക് വർമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുൽദീപിനെ നോക്കുമായിരിക്കും. അല്ലാതെ ഒരു ബൗളറെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു സ്പിന്നറെ കൊണ്ടുവരുമെന്നും എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഫസ്റ്റ് കമന്റ് ചെയ്തു. നിങ്ങളുടെ പ്ലേയിങ് 11 എങ്ങനെയാണ്? എന്റെ പ്ലേയിങ് 11 ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് പറയുന്ന സഞ്ജുവിനെയും ഇഷാന്തിനെയും ഇറക്കുക. ഫസ്റ്റ് ഡൗൺ എന്ത് ചെയ്യും? അഭിഷേക് ശർമ്മ എടുക്കുക. അവന് എന്താണ് ഫസ്റ്റിലേ വന്ന ആ ഒരു ഓഫ് സ്പിന്നർ ഫേസ് ചെയ്ത് ഒരു ചെറിയ പേടി മനുഷ്യർക്കില്ലേക്കാണ്. ഞാൻ വീണ്ടും ഡക്കാവോ എന്നുള്ള പേടിയാണ്. അതൊന്ന് മാറ്റിക്കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു സൈക്കോളജിക്കൽ ഒരു ചേഞ്ച്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ചെറിയൊരു മാറ്റം. ശരി, ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓവറല്ല മറുത്ത് അടിക്കുന്ന നോക്കട്ടെ. എന്തായാലും 2 ഓവർ മാറുമോ? അല്ലെങ്കിൽ ഒരു ബോൾ പോട്ട്, ഒരു ബോൾ പോറിയാലും അവന് ഒരു മാറ്റം, ചെറിയൊരു മാറ്റം. ചേഞ്ചസ് കാൻ വിൻ ദ ലൈഫ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ ഒരു ചെറിയ പിന്നെന്താണ് an idea can change your life അല്ലേ? അങ്ങനെയാണ്. ഓക്കെ, അതുപോലെ ഒരു ചെറിയ മാറ്റം. അല്ലാതെ സഞ്ജു സാംസൺ ഇനിയും ഇറക്കണ്ട. ഇനി ഉള്ളതിനെ വെച്ച് തന്നെ ടീമിട്ട് പോവാ എന്ന് പറയുന്ന ഈ പറയുന്ന ആകാശ് ചോപ്രയെ പോലുള്ളവരൊക്കെ ഇവരൊക്കെ ഈ പറയുന്ന എന്താണ് മുംബൈ ലോബികളാണ്, മനസ്സിലായോ? അവന്മാർ മുംബൈയിലുള്ളവന്മാരെ എടുക്കത്തുള്ളൂ. നിങ്ങളുടെ അപ്പുറം മസ്റ്റേ കമന്റ് നമുക്ക് വിടുകണം. ശരി.